നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്പെയിന് പൂർണ്ണമായിട്ടും അർജൻറ്റീനയെ അടിച്ചങ്ങ് തകർക്കുകയായിരുന്നു. അർജൻറ്റീന ഈ വേൾഡ് കപ്പിൽ നല്ല ഫുട്ബോൾ കളിച്ചിട്ടില്ല. നല്ലൊരു കളിക്കാരനുണ്ടായിരുന്നു, അദ്ദേഹം ടീമിനെ വിജയിപ്പിച്ചു കൊണ്ടുപോയി. മത്സരങ്ങൾ വിജയിക്കാം ഒരു മികച്ച കളിക്കാരനെ വെച്ച്, എന്നല്ലാതെ ഒരു ടൂർണമെൻറ്റ് വേൾഡ് കപ്പ് ഒന്നും വിജയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു റൊണാൾഡോ ഫെനോമിനയുടെ വാക്കുകളിലേക്കൊന്ന് പോകാം. ശരിക്കും പറഞ്ഞാൽ ഈ കളിയിൽ ഒരു വലിയ ത്രാഷിംഗ് ആണ് നടന്നിട്ടുള്ളത്. രണ്ട് ടീമിൻ്റെയും ഡിഫറൻസ് ഇൻ ക്വാളിറ്റി വ്യക്തമായിരുന്നു. അർജൻറ്റീനയും സ്പെയിനും തമ്മിലുള്ള ക്വാളിറ്റിയിലെ വ്യത്യാസം വളരെ വലുതായിരുന്നു. മെസ്സി ഉണ്ടായിട്ട് പോലും അവർക്ക് ഈ സ്പെയിനുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റിയില്ല. അർജൻറ്റീന ശരിക്കും പറഞ്ഞാൽ അവർ ആ ഒരു ഗ്രിറ്റോട് കൂടിയുള്ള പോരാട്ടമാണ് ഫൈനൽ വരെ എത്തിച്ചെങ്കിൽ ഫൈനലിൽ അതൊന്നും സംഭവിച്ചതില്ല. അവരുടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ആ ഒരു മനസാന്നിധ്യമായിരുന്നു. ഫൈനലിൽ അതുണ്ടായിരുന്നില്ല. ഒരു ടാലൻറ്റഡ് പ്ലെയർക്ക് മത്സരം വിജയിക്കാൻ പറ്റും, ഒരു കളി വിജയിക്കാൻ പറ്റും, പക്ഷേ വേൾഡ് കപ്പ് വിജയിക്കണമെങ്കിൽ ഒരു സ്ട്രോങ് ടീമാണ് വേണ്ടത്. സ്പെയിന് ഞാൻ വിചാരിച്ചത്ര ഗോളുകൾ അടിച്ചില്ല എന്നുള്ളത് ശരിയാണ്. അവരത് ഡിസേർവ് ചെയ്തിരുന്നു കൂടുതൽ ഗോളുകൾ. പക്ഷേ ത്രൂ ഔട്ട് ദി മാച്ച് അവർ വലിയ രൂപത്തിൽ അർജൻറ്റീനയുടെ മേൽ ആധിപത്യം പുലർത്തുകയാണ് ചെയ്തത്. അർജൻറ്റീന ഒരിക്കലും നല്ല ഫുട്ബോൾ ഈ വേൾഡ് കപ്പിൽ കളിച്ചിട്ടില്ല. അവരുടെ മനസാന്നിധ്യം വെച്ച് പോരാടി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവർ ബ്യൂട്ടിഫുള്ളി അല്ല കളിച്ചത്. സ്പെയിന് ആ ഒരു DNA ഉണ്ട്. അവരുടെ ഗെയിം വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്നുകൂടി ഇപ്പോൾ റൊണാൾഡോ ഫെനോമിനോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.